ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ തന്നെ കിണറ്റും കയറി പപ്പായ്ക്ക് എന്താ പരിപാടി എന്നല്ലേ. പുതിയ കപ്പിയും കയറും ബക്കറ്റും ഒക്കെ റെഡിയാക്കി നമ്മൾ കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ആ വെള്ളം കൊണ്ടുണ്ടാക്കിയ പായസം പള്ളിയിൽ കൊണ്ടുപോയി വെഞ്ചരിച്ച് നേർച്ചയായിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നൊരാഗ്രഹം. പപ്പായുടെയും ലൂക്കാച്ചന്റെയും നേതൃത്വത്തിലായിരുന്നു നമ്മൾ ആദ്യത്തെ ബക്കറ്റ് വെള്ളം കോരിയത് കേട്ടോ. ഇതെല്ലാം ലൂക്കാച്ചൻ കണ്ടും കേട്ടും തൊട്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പ കോരുന്ന ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് വെച്ച് അടിപൊളി നല്ലൊരു പായസം ഉണ്ടാക്കി. രാവിലെ തന്നെ മുളകുന്നുള്ളിൽ പോയി കുർബാനയും കൂടി പായസമൊക്കെ വെഞ്ചരിച്ച് എല്ലാവർക്കും കൊടുത്ത ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ലൂക്കാച്ചന്റെ ഫ്രണ്ടിൽ എഴുതി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. ലൂക്കാച്ചൻ പപ്പായുടെ അടുത്ത് കളിയിലാണ്. ഇന്ന് വൈകുന്നേരം ജോബി ചേട്ടയും ബാവുമോനും പേരപ്പനും പ്രവീൺ ചേട്ടയൊക്കെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മുണ്ടക്കയത്ത് പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന അമ്മയുടെ തയ്പ്പിച്ച ചുരിദാർ ഇട്ടുകൊണ്ട് ദാ നിൽക്കുന്നു പപ്പ. അമ്മയെ ചൊറിയാൻ വേണ്ടി പപ്പായുടെ ഓരോരോ പരിപാടികൾ. അമ്മ ചുരിദാർ ഇട്ടു നോക്കിയപ്പോൾ വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തി ബീം ചേട്ടനോട് ഹായും ബൈയും പറഞ്ഞ് ലൂക്കാച്ചൻ എൻ്റെ കൂടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം വൈകുന്നേരമായിരിക്കുന്നു. ജോബി ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാറുണ്ട്. നേരെ ഒരുപാടായിരിക്കും. അമ്മ ഉണ്ടാക്കിയ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. നാളെ രാവിലെ ലൂക്കാച്ചനും മാവേനും കൂടി ഇടുക്കിയിലേക്ക് ആനവണ്ടിയിൽ ഒരു യാത്രയുണ്ട്. നമ്മുടെ ലിയോച്ചന്റെ മാമോദീസയ്ക്ക്. അപ്പം ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്.